ലോകത്തിലെ നിരവധി ക്രമക്കേടുകളെ, വഞ്ചനകളെ എന്നിവയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് അറിഞ്ഞാൽ തല കറങ്ങും. 1990കളിൽ നടന്ന ഈ വലിയ തട്ടിപ്പ് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചു. അതീവ രഹസ്യമായി നിലവിലില്ലാത്ത ഒരു വിമാനത്താവളത്തെ അന്താരാഷ്ട്ര ബാങ്കിന് ഒരു നൈജീരിയക്കാരൻ വിറ്റു. $242 മില്യൺ, ഏകദേശം 20,000 കോടി രൂപയാണ് തട്ടിപ്പുകാരനായ ഇമാനുവൽ നെഡെ ബാങ്കിന് വിറ്റത്. സെൻട്രൽ ബാങ്ക് ഓഫ് നൈജീരിയയുടെ ഗവർണറായിരുന്ന പോൾ ഒക്വുമയെ അനുകരിച്ചാണ് ഇമാനുവൽ നെഡെ വിമാനത്താവളം വിറ്റിരിക്കുന്നത്. ബ്രസീലിലെ ബാൻകോ നോർട്ടെ ബാങ്കിന്റെ ഡയറക്ടർ നെൽസൺ സഗാഗുച്ചിയുമായി നുഡൈ കൂടിക്കാഴ്ച നടത്തിയെന്നതാണ് തട്ടിപ്പ്. നൈജീരിയയിലെ റിസർവ് ബാങ്കിന്റെ ഗവർണറാണെന്ന് അവകാശപ്പെട്ട അദ്ദേഹം നൈജീരിയൻ തലസ്ഥാനമായ അബുജയിൽ നിലവിലില്ലാത്ത ഒരു വിമാനത്താവള പദ്ധതിയിൽ നിക്ഷേപം ആവശ്യപ്പെട്ടിരുന്നു. മുമ്പ് യൂണിയൻ ബാങ്ക് ഓഫ് നൈജീരിയയിൽ ഡയറക്ടറായിരുന്നതിനാൽ നൈജീരിയൻ സമ്പദ്വ്യവസ്ഥയെയും നിക്ഷേപത്തെയും കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ തട്ടിപ്പിൽ അയാൾ മറ്റ് പലരെയും പങ്കാളികളായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കമ്മീഷൻ ലഭിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് നൈജീരിയയുടെ ഗവർണർ പോൾ ഒക്വുമയെ അനുകരിച്ച ന്യൂട്ടെ അബുജയിൽ ഇല്ലാത്തൊരു വിമാനത്താവളത്തിൽ നിക്ഷേപിച്ചാൽ $10 മില്യൺ കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് കമ്പനിയുടെ ആകെ കരാർ $242 മില്യൺ ആക്കി. 1995നും 98നുമിടയിൽ $191 മില്യൺ പണമായും ബാക്കി പലിശയായും നൽകാൻ തീരുമാനിച്ചു. തട്ടിപ്പിനെക്കുറിച്ച് അറിയാതെ ബാൻകോ നോർട്ടെ ഡയറക്ടർ നെൽസൺ സഹഗുച്ച് $10 മില്യൺ കമ്മീഷൻ പ്രതീക്ഷിച്ച് നിക്ഷേപത്തിന് സമ്മതിച്ചു. അതായത് വിമാനത്താവളത്തിലെ ഓഹരികൾ വാങ്ങാൻ അദ്ദേഹം സമ്മതിച്ചു എന്നാണ്. ഈ തട്ടിപ്പ് സംഭവം പുറത്തുവന്നത് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ്. ബാൻകോ നോർട്ടെയുടെ കരുതൽ ശേഖരത്തിൽ ഇതൊരു പ്രധാന തുകയാണ്. വാർത്ത പുറത്തു വന്നയുടൻ ബാങ്ക് കടുത്ത സമ്മർദ്ദമാണ് നേരിട്ടത്. 2001 ഈ ബാങ്ക് പാപ്പരായി. ഇതെല്ലാം എങ്ങനെ പുറം ലോകം അറിഞ്ഞുവെന്ന് പരിശോധിക്കാം. സ്പാനിഷ് ധനകാര്യ സ്ഥാപനമായ ബാൻകോ സാന്റാൻഡർ ബാൻകോ ബാങ്കിനെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വലിയ പൊരുത്തക്കേട് വെളിച്ചത്ത് വന്നത്. ബാങ്കിന്റെ ആസ്തികളും ഗണ്യമായ ദ്രവ്യത ആസ്തികളും കേമാൻ ദ്വീപുകളിലാണെന്ന് കാണിച്ചു. സംശയം തോന്നിയ ധനകാര്യ സ്ഥാപനം ഉടൻ തന്നെ തങ്ങളുടെ സർക്കാരിനെ അറിയിച്ചു. ഇതിനെ തുടർന്ന് ബ്രസീൽ, ബ്രിട്ടൻ, നൈജീരിയ, സ്വിറ്റ്സർലൻഡ്, അമേരിക്ക എന്നിവിടങ്ങളിലെ അധികാരികൾ സംയുക്തമായി ഒരു സമഗ്ര ക്രിമിനൽ അന്വേഷണം നടത്തി. ഒരു നീണ്ട അന്വേഷണത്തിനൊടുവിൽ എന്ത് തട്ടിപ്പാണ് നടന്നതെന്ന് അവർക്ക് മനസ്സിലായി. $10 മില്യൺ കമ്മീഷൻ പ്രതീക്ഷിച്ച് മതിയായ അന്വേഷണമില്ലാതെ വലിയൊരു തുക നിക്ഷേപിച്ചുവെന്നാരോപിച്ച് ബംഗോ ബാങ്കിന്റെ ചെയർമാനായ നെൽസൺ സഗാഗുച്ചി അമേരിക്കയിൽ അറസ്റ്റിലായി. ഈ മുഴുവൻ തട്ടിപ്പിന്റെയും മുഖ്യ സൂത്രധാരനായ ന്യൂഡെയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അയാൾക്കെതിരെ സാക്ഷി പറയുകയും ചെയ്തു. തുടർന്ന് 2005 ന്യൂഡെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി 25 വർഷം തടവിന് ശിക്ഷിച്ചു.